ഇമെക്സ് കുടുംബത്തിലെ എല്ലാവർക്കും നമസ്കാരം. ഞാൻ രതീഷ് രവീന്ദ്രനാണ് സംസാരിക്കുന്നത്. 2-3 അപ്ഡേഷൻസ് തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ റെക്കോർഡിൽ വരുന്നത്. ഒന്നാമത്തെ സന്തോഷകരമായ കാര്യം എന്ന് പറയുന്നത് ദുബായ് ഓഫീസിനെ കുറിച്ചാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ബിസിനസ് ഹബ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ദുബായിയുടെ ഹൃദയഭാഗമായ ബുർജ് ഖലീഫയുടെ 100 മീറ്റർ അടുത്ത് തന്നെ 3300 സ്ക്വയർ ഫീറ്റിൽ ഇന്ന് നമുക്കുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഓഫീസ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇൻറ്റീരിയർ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ വലിയ രീതിയിൽ ക്രിപ്റ്റോ ട്രേഡിംഗ് നമ്മളിവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിൽ തന്നെ കൂടുതൽ ട്രേഡിംഗ് നടക്കുക FTM കോയിൻ, അതായത് ഫാൻഡം കോയിൻ ആയിരിക്കും. FTM കോയിൻ ഓൾറെഡി ലിസ്റ്റഡായ കോയിനാണ്. ബിനാൻസ് പോലുള്ള പോപ്പുലറായ എക്സ്ചേഞ്ചുകളിൽ നിന്ന് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് FTM കോയിൻ വാങ്ങിക്കാൻ സാധിക്കുന്നതാണ്. അത് BTCയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയോ അതിനുശേഷം ഇന്ത്യൻ രൂപയിലേക്ക് കൺവേർട്ട് ചെയ്യുകയോ ചെയ്യാവുന്നതുമാണ്. ക്രിപ്റ്റോ ട്രേഡിങ്ങിൽ FTM കോയിൻ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ട് വരും ദിവസങ്ങളിൽ FTM കോയിൻ്റെ വിലയിൽ വലിയ മാറ്റം ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. ഇക്കാരണത്താൽ ജനുവരി 2021 മുതൽ നിങ്ങളുടെ CBPയിൽ വലിയ രീതിയിൽ മാറ്റം ഉണ്ടാകുന്നതാണ്. രണ്ടാമത്തെ അപ്ഡേഷൻ 21/9/2020 മുതൽ 22/11/2020 വരെയുള്ള പെൻഡിങ് പേയ്മെൻറ്റിനെ കുറിച്ചാണ്. നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ് കൂടുതൽ ട്രാൻസാക്ഷൻ വന്നാൽ ഉണ്ടായേക്കാവുന്ന ബാങ്ക് പ്രോബ്ലംസിനെ കുറിച്ച്. ആയതുകൊണ്ട് ഈ പെൻഡിങ് പേയ്മെൻറ്റ് നിങ്ങൾക്ക് കിട്ടുക ജനുവരി 1st വീക്ക് ആയിട്ടായിരിക്കും. ജനുവരി 1st വീക്ക് ആയിരിക്കും നിങ്ങളുടെ പെൻഡിങ് പേയ്മെൻറ്റുകൾ കിട്ടുക. കാരണം റീഫണ്ട് ചോദിച്ചിട്ടുള്ളവർക്ക് ഡിസംബർ മാസത്തിൽ പറഞ്ഞ ഡേറ്റിനുള്ളിൽ തന്നെ റീഫണ്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട്. എല്ലാ ട്രാൻസാക്ഷനുകളും ഒരുമിച്ച് ചെയ്താൽ ഉണ്ടായേക്കാവുന്ന പ്രശ്നം പരിഹരിക്കുന്നതിനാണ് പെൻഡിങ് എമൗണ്ടിന് ഡേറ്റ് നിശ്ചയിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി പിൻ വാലറ്റിൽ നിന്നും പിന്നെടുക്കാതെ മെയിൻ വാലറ്റിൽ നിന്ന് തന്നെ പിന്നെടുക്കാനുള്ള സൗകര്യം കമ്പനി ഉടൻ കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ മുന്നത്തെ സമ്പ്രദായവും, അത് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്തതിന് ശേഷം പിന്നെടുക്കാവുന്ന കാര്യം ഇപ്പോൾ നിലനിൽക്കുന്നുമുണ്ട്. അത് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ വരുന്ന ഒരു 10 ദിവസത്തിനുള്ളിൽ തന്നെ നമ്മുടെ ദുബായ് ഓഫീസിൻ്റെ ഇൻറ്റീരിയർ വർക്ക് എല്ലാം കഴിയും. തീർച്ചയായിട്ടും നമ്മുടെ ദുബായിലുള്ളവർക്ക് അല്ലെങ്കിൽ UAEയിലുള്ളവർക്ക് നമ്മുടെ ഓഫീസ് വിസിറ്റ് ചെയ്യാവുന്നതാണ്. ആ ട്രേഡിങ്ങിനെ കുറിച്ചും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ അവിടെ വെച്ചിട്ട് ചർച്ച ചെയ്യാവുന്നതാണ്. ഇനി മുന്നോട്ട് പോകുമ്പോഴുള്ള വളർച്ചയെക്കുറിച്ചും തീർച്ചയായിട്ടും നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഞാൻ ഇവിടുത്തെ നമ്പർ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അയച്ചു തരാം. ഓഫീസ് നമ്പർ കിട്ടിയാൽ ഉടൻ തന്നെ ഞാൻ നിങ്ങൾക്ക് നമ്പർ അയച്ചു തരുന്നതാണ്. അതിനനുസരിച്ച് നമുക്ക് മീറ്റിംഗ് അറേഞ്ച് ചെയ്യാവുന്നതുമാണ്. ഓക്കെ, എന്തായാലും നമ്മുടെ കമ്പനിയെ ഇൻ്റർനാഷണൽ ലെവലിലൊരു വളർച്ചയിലേക്ക് കൊണ്ടുവന്ന എൻ്റെ പ്രിയപ്പെട്ട എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി പറയാണ്. മറ്റൊരു കാര്യം നിങ്ങളോട് അന്ന് തന്നെ ഞാൻ പറഞ്ഞിരുന്നു. ഇപ്പോൾ ദുബായ് ഓഫീസായി. നമുക്ക് നിങ്ങളോട് മുന്നേ പറഞ്ഞിരുന്നൊരു കാര്യമുണ്ട് കമ്പനി തുടങ്ങുന്ന സമയത്ത്, നമ്മുടെ UK ഓഫീസിനെ കുറിച്ച്. അതിൻ്റെ കാര്യവും ഈ പറഞ്ഞ പോലെ തന്നെ ജനുവരി അവസാനത്തോടു കൂടി തന്നെ റെഡിയാവുന്നതാണ്. ദുബായ് ഓഫീസിൻ്റെ പ്രവർത്തനങ്ങൾ കുറച്ചൊന്ന് സ്മൂത്തായിട്ട് മുന്നോട്ട് പോകുന്ന ആ സമയത്ത് തന്നെ നമുക്ക് തീർച്ചയായിട്ടും UK ഓഫീസ് എടുക്കാവുന്നതാണ്. ട്രേഡിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. ഇ-കൊമേഴ്സ് കാര്യങ്ങളും അവിടെ ചെയ്യാവുന്നതാണ്. ഓൾറെഡി ഇവിടെ നമ്മൾ ലൈസൻസ് എടുത്തിട്ടുണ്ട്. ഇ-കൊമേഴ്സ് ലൈസൻസും കാര്യങ്ങളെല്ലാം ഇവിടെയും കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.